അമേരിക്കൻ സന്ദർശക വിസയുമായി ബന്ധപ്പെട്ട് പ്രവാസികളും യാത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ വിസ നയങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പുതിയതായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സന്ദർശക വിസയ്ക്കായി അപേക്ഷിക്കുന്നവർ വലിയൊരു തുക ബോണ്ടായി കെട്ടിവെക്കേണ്ടി വരുമെന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തുടരുന്ന പ്രവണത തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പല രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെയും നേരിട്ട് ബാധിക്കും. ഈ പുതിയ പരിഷ്കാരം ആർക്കൊക്കെയാണ് ബാധകമാകുന്നതെന്നും എത്ര രൂപയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടി വരികയെന്നും നമുക്ക് നോക്കാം. അമേരിക്കൻ സന്ദർശക വിസ നടപടികളിൽ വലിയ മാറ്റങ്ങളാണ് ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നിരിക്കുന്നത്. സന്ദർശക വിസ ലഭിക്കുന്നതിന് ബോണ്ടായി വൻതുക നിക്ഷേപിക്കേണ്ടി വരുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് 12 രാജ്യങ്ങളെ കൂടി പുതിയതായി ഉൾപ്പെടുത്തി കഴിഞ്ഞു. നിശ്ചിത കാലാവധിക്ക് അപ്പുറം രാജ്യത്ത് തങ്ങുന്ന വിദേശികളുടെ എണ്ണം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കർശന നടപടി. ഇതോടെ നിയമം ബാധകമാകുന്ന രാജ്യങ്ങളുടെ ആകെ എണ്ണം 50 ഉയർന്നു കഴിഞ്ഞു. പുതിയ ഉത്തരവ് പ്രകാരം കംബോഡിയ, എത്യോപ്യ, ജോർജിയ, മംഗോളിയ, നിക്കരാഗ, പാപ്പുവ ന്യൂഗിനിയ, ട്യൂണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി നൽകുന്ന B1 വിസയ്ക്കും വിനോദസഞ്ചാരത്തിനായി നൽകുന്ന B2 വിസയ്ക്കും ഈ നിയമം ബാധകമായിരിക്കും. 2026 ഏപ്രിൽ 2 മുതൽ ഈ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വരും. അതായത് അടുത്ത മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് ചുരുക്കം. അപേക്ഷകന്റെ പശ്ചാത്തലം, മാതൃരാജ്യം എന്നീ ഘടകങ്ങൾ പരിഗണിച്ച് $5,000 മുതൽ $15,000 വരെയാണ്. അതായത് ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഏകദേശം 4.2 ലക്ഷം മുതൽ 12.5 ലക്ഷം വരെ ബോണ്ട് തുകയായി നിശ്ചയിച്ചിരിക്കുകയാണ്. വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അമേരിക്ക വിട്ടുപോകുന്നവർക്ക് ഈ തുക പൂർണ്ണമായും തിരികെ ലഭിക്കും. എന്നാൽ വിസ നിയമങ്ങൾ ലംഘിക്കുകയോ അനുവദിച്ച സമയപരിധി കഴിഞ്ഞ് രാജ്യത്ത് തുടരുകയോ ചെയ്യുന്നവരുടെ പണം കണ്ടുകിട്ടും. വിസ ഓവർസ്റ്റേ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത്തരം ഒരു നീക്കം. എല്ലാ അപേക്ഷകരും ഈ തുക നൽകേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ്. ബോണ്ട് തുക ഈടാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം അതത് രാജ്യങ്ങളിലെ കോൺസുലർ ഓഫീസർമാർക്കായിരിക്കും. നിയമപരമായ യാത്രാമാർഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റം തടയുകയാണ് ഭരണകൂടത്തിന്റെ പ്രധാന ലക്ഷ്യം. അപേക്ഷകരുടെ വിസ ഓവർസ്റ്റേ നിരക്ക് കൂടുതലുള്ള രാജ്യങ്ങളെയാണ് പ്രധാനമായും ഈ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുന്നത് കുറ്റകരമായി കണക്കാക്കുന്നതിനൊപ്പം അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ അനുവദിക്കുന്നതിന് മുൻപ് സാമ്പത്തികമായ ഒരു ഉറപ്പ് കൂടി വാങ്ങാനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. ഇത് വിസ നടപടികൾ കൂടുതൽ സങ്കീർണമാക്കുമെങ്കിലും കൃത്യസമയത്ത് മടങ്ങുന്നവർക്ക് ഈ തുക തിരികെ ലഭിക്കുമെന്നത് ആശ്വാസകരമാണ്. അതേസമയം ഈ ബോണ്ട് തുക ഈടാക്കുന്ന കാര്യത്തിൽ ഓരോ അപേക്ഷകന്റെയും സാമ്പത്തിക പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കാൻ ഭരണകൂടം ഈ അധികാരപ്പെടുത്തിയവരോട് ആവശ്യപ്പെടുന്നുണ്ട്. നിയമപരമായ യാത്രകളെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവരെ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ നടപ്പാക്കാൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നൽകുന്നതാണ് ഈ പുതിയ പരിഷ്കാരം. ഏപ്രിൽ 2 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നിയമം യാത്രാ ഉദ്ദേശത്തിന്റെ വ്യക്തതയും സാമ്പത്തിക ഭദ്രതയും തെളിയിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനാവശ്യമായ വിസ ലംഘനങ്ങൾ ഒഴിവാക്കാനും കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ സുതാര്യമാക്കാനും ഈ നീക്കം സഹായിക്കുമെന്നാണ് ഭരണകൂടം പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് അമേരിക്കയിൽ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം അത്തരത്തിലുള്ള നയങ്ങൾ ദിവസവും നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ പരിശോധനകളും ഒക്കെ നടത്തി വരികയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ വന്നൊരു വാർത്ത, അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് രാജ്യം വിടാനായിട്ട് പ്രത്യേക ഓഫറൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു പരസ്യം പോലുള്ള ഒരു വാർത്ത വന്നിരുന്നു. വളരെ ആകർഷകമാകുന്ന രീതിയിലായിരുന്നു ആ പരസ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള പുതിയ നീക്കങ്ങളാണ് അമേരിക്കയിൽ നടക്കുന്നത്. അമേരിക്കയിലെ ജോലിയും അവിടുത്തെ ജീവിതവും എല്ലാം ട്രംപ് അമേരിക്കക്കാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന നിയമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് വ്യക്തമാകുന്നതാണ്. വിദേശ തൊഴിലാളികളെ ജോലിക്ക് എടുക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ നിയമങ്ങളിലുണ്ട്. വിസ അഭിമുഖങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം നീളുന്നു. വിസയ്ക്ക് ഫീസ് കുത്തനെ ഉയർത്തുന്നു. വിസ നിയമങ്ങൾ കർശനമാക്കുന്നു. ദിവസേനയുള്ള പരിശോധനകൾ കർക്കശമായി നടക്കുന്നു. പിന്നെ അമേരിക്കക്കാർക്ക് മാത്രമായി ചുരുങ്ങിപ്പോകുമോ എന്നൊരു ആശങ്കയും പലരും പറയുന്നുണ്ട്.